നമ്മളിന്ന് ലോർഡ് ബൈറൺ എഴുതിയിട്ടുള്ള ഷീ വാക്സ് ഇൻ ബ്യൂട്ടി എന്നുള്ള പോയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോർഡ് ബൈറനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് ബോൺ ഇൻ 1788 ആൻഡ് ഡൈഡ് ഇൻ 1824. 1788 ജനിക്കുകയും 1824 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ബോൺ ഇൻ ലണ്ടൻ ടു എ നോബിൾ ഫാമിലി ബട്ട് ഹാഡ് ലിറ്റിൽ മണി. ഫാദർ ഡൈഡ് വെൻ ഹി വാസ് 3. അതായത് അദ്ദേഹത്തിന് 3 വയസ്സുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ മരണപ്പെടുകയുണ്ടായത്. വലിയൊരു കുടുംബത്തിലാണ് ജനിച്ചെങ്കിലും കുടുംബം മാത്രമേ വലുതായി ഉണ്ടായിരുന്നുള്ളൂ, വലിയ സാമ്പത്തികമായി ഉണ്ടായിരുന്നൊരു കുടുംബമായിരുന്നില്ല. പിന്നീട് അറ്റ് ദ ഏജ് ഓഫ് 10 ഹി ഇൻഹെറിറ്റഡ് ഹിസ് ഗ്രേറ്റ് അങ്കിൾസ് ടൈറ്റിൽ ബാരൻ ആൻഡ് മൂവ് ടു ദ എസ്റ്റേറ്റ് ഇൻ നോത്തിങ്ഹാം. അതായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അങ്കിളിൻ്റെ ടൈറ്റിലായിട്ടുള്ള ബാരൻ എന്നുള്ള ഒരു പദവി അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് നോത്തിങ്ഹാമിലാണ് അദ്ദേഹത്തിൻ്റെ താമസം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രിനിറ്റി കോളേജ് കേംബ്രിഡ്ജിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടെ തന്നെ വെരി പോപ്പുലർ ആൻഡ് പ്ലേഡ് സ്പോർട്സ് ആൻഡ് സ്പെൻഡ് മണി. അവിടെ വളരെ ആഘോഷിച്ച് ഗ്രാജുവേഷൻ നടത്തിയ ഒരാളാണ്. ആ സമയത്ത് അദ്ദേഹം യൂറോപ്പും മിഡിൽ ഈസ്റ്റും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് ഹി റിട്ടേൺഡ് വിത്ത് പോയംസ് ഷിൽഡ് ഹാരോൾഡ്സ് പിൽഗ്രിമേജ്, എ യങ് മൂഡി സെൻസിറ്റീവ് ആൻഡ് റെക്ലെസ് ഹീറോ വെരി മച്ച് ലൈക്ക് ഹിം. ഓക്കെ, ഹി ബിക്കേം ഓവർനൈറ്റ് സെൻസേഷൻ. അദ്ദേഹം പെട്ടെന്നാണ് വളരെ ഫേമസ് ആയത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ വാക്സ് ഇൻ ബ്യൂട്ടി, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് ലിറിക് പോയം. അത് വളരെ ചെറിയൊരു പോയമാണ്, റിട്ടൺ ബൈ ജോർജ് ഗോർഡൻ ബൈറൺ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ലോർഡ് ബൈറൺ എന്നാണ്. ഹി റോട്ട് ദ പോയം ഇൻ 1814 ആൻഡ് ഇൻ പബ്ലിഷ്ഡ് ഇൻ എ കളക്ഷൻ കോൾഡ് ഹിബ്രൂ മെലഡീസ്. ഹിബ്രൂ മെലഡീസിലാണ് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് in 1815. The poem was inspired by actual events in Byron's life. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറിയൊരു സംഭവമാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലോർഡ് ബൈറൺ അറ്റൻഡഡ് എ പാർട്ടി at Lady Sitwell's. While at the party, Byron was inspired by the sight of his cousin, the beautiful Mrs. Wilmot, who was wearing a black spangled morning dress. Byron was struck by his cousin's dark hair and a fair face. അപ്പോൾ ഇദ്ദേഹം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ഇപ്പം നൈറ്റാണ്. അവിടെ വെച്ച് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള മിസ്സസ് വിൽമോട്ടിനെ, ഒരു വിഡോ ആയിരുന്നു, അവരെ കാണുകയും അവരുടെ ആ ബ്യൂട്ടി ആ ഫെയർ ഫേസ് ആൻഡ് ഡാർക്ക് ഹെയർ, കറുത്ത മുടിയും വെളുത്ത മുഖമൊക്കെയുള്ള അവരെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയതാണ് ഈ പോയം. അപ്പോൾ ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് വുമൻസ് എക്സെപ്ഷണൽ ബ്യൂട്ടിയാണ്, സ്ത്രീകളുടെ സൗന്ദര്യം, അതുപോലെ ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ. സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താവണമെന്നില്ല, പുറത്ത് നല്ല ഭംഗിയില്ലെങ്കിലും അകത്ത് എന്തായിരിക്കാം, നല്ലൊരു ഹൃദയമുള്ള ആളായിരിക്കാം ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ചിലപ്പോൾ അകത്ത് സൗന്ദര്യം ഇല്ലെങ്കിൽ പുറത്ത് സൗന്ദര്യം ഉണ്ടാവും. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് പുറം സൗന്ദര്യം കൊണ്ട് ജഡ്ജ് ചെയ്യരുത്. ഷി ഹാവ് എ ഗുഡ് ഹാർട്ട്, ഷി ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ എന്ന് പറയുന്നൊരു ഇതാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ പ്രൈസസ് ഹെർ ഫിസിക്കൽ ബ്യൂട്ടി. നമ്മൾ ആദ്യത്തെ സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ശാരീരിക സൗന്ദര്യം അല്ലെങ്കിൽ പുറമേയുള്ള ബാഹ്യ സൗന്ദര്യമാണ് നമ്മളോട് പറയുന്നത്. സെക്കൻഡ് തേർഡ് സ്റ്റാൻസ് എത്തുമ്പോൾ അതിന് ഒരു സ്പിരിച്വൽ, ഒരു ഫിസിക്കൽ ഔട്ട്ലുക്ക് കൊടുക്കുകയാണ്, ഇൻ്റലക്ച്വൽ ബ്യൂട്ടി കൊടുക്കുകയാണ്. അതായത് സൗന്ദര്യത്തെ മറ്റൊരു രീതിയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, സോ ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ പോയം ഇൻ ഫസ്റ്റ് സ്റ്റാൻസ. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ഷി വാക്സ് ഇൻ എ ബ്യൂട്ടി like the night of cloudless climes and starry skies, and all that the best of dark and bright meet in her aspects and her eyes, thus mellowed to that tender light which heaven to gaudy day denies. She walks in beauty, സൗന്ദര്യം കൊണ്ട് നടക്കുകയാണ്. ലൈക്ക് ദ നൈറ്റ്, രാത്രി പോലെ, ഓഫ് ക്ലൗഡ്ലെസ് ക്ലൈംസ് ആൻഡ് സ്റ്റാറി സ്കൈസ്, ക്ലൗഡ്ലെസ് ആയിട്ടുള്ള നിറയെ നക്ഷത്രങ്ങളുള്ള ഒരു ഇരുണ്ട ആകാശം പോലെ അവളുടെ സൗന്ദര്യം നടക്കുകയാണ്. ഓപ്പോസിറ്റാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പ് അങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിലും ഇവിടെ അദ്ദേഹം അതിനൊരു നൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഷി വാക്സ് ഇൻ ബ്യൂട്ടി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഓഫ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് മീറ്റ് ഹെർ ആസ്പെക്ട് ആൻഡ് ഇൻ ഹെർ ഐസ്. എന്ത് ചെയ്യുന്നു, ആ ഇരുട്ടും പ്രകാശവും ഒക്കെ തന്നെ അവളുടെ എല്ലാ കണ്ണിലും എല്ലാ ഭാഗത്തുമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. Thus mellowed to that tender light which heaven to gaudy day denies. Lord Byron describes a night associated with darkness with bright stars, compares a woman to that night. സ്ത്രീ ഒരു രാത്രിയായിട്ട് കമ്പയർ ചെയ്യാണ്. അതിലെ പ്രകാശം രാത്രി
എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ അദ്ദേഹം കൊണ്ടുവരാണ്. ദെൻ ഹി ഡിസ്ക്രൈബ്സ് ലൈറ്റ് ഡാർക്ക് കമ്മിങ് ടുഗെദർ ഇൻ ഹെർ അപ്പിയറൻസ്. അതാണ് ആ ലൈറ്റും ഡാർക്ക്നെസ്സും അവളുടെ അപ്പിയറൻസിൽ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അവളുടെ ഹെയറിലും ഒക്കെ തന്നെ. ദ ലൈറ്റ് കോംപ്ലക്ഷൻ ഓഫ് ഹെർ ഫേസ് എന്നാണ്, രാത്രിയിൽ അവളുടെ വെളുത്ത മുഖം അതാണ് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ സേസ് ദേ മീറ്റ് ഇൻ ഹെർ ഐസ് എന്നാണ്, ആ ഇരുട്ടും പ്രകാശവും ഒക്കെ തന്നെ അവളുടെ കണ്ണിൽ കാണാം എന്ന് അദ്ദേഹം പറയാണ്. ദ ഐസ് വെർ ഓഫൺ അസോസിയേറ്റഡ് വിത്ത് പേഴ്സണൽ സോൾ ആൻഡ് റിവീൽ ദ ഹാർട്ട് എന്താണ്, അവിടെ അവളുടെ മീറ്റ് ഇൻ ഹെർ ആസ്പെക്ട് ആൻഡ് ഹെർ ഐസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ പറയാറുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന്. അപ്പോൾ കണ്ണുകളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലേ. നമുക്കൊരാളുടെ കണ്ണ് നോക്കി അയാൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ എക്സ്പ്രഷൻ അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വിശ്വാസം. അപ്പോൾ ഇദ്ദേഹം അതാണ് പറയുന്നത്, അവളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്താണ്, അവൾ എങ്ങനെയുള്ളൊരു സ്ത്രീയാണ് എന്ന് അറിയാൻ പറ്റും. മീറ്റ് ഇൻ ഹെർ ആസ്പെക്ട് എന്നാണ്, അവളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണിലൂടെ മനസ്സിലാകും. അവളുടെ സോൾ, അവളുടെ ആത്മാവ് നമുക്ക് കാണാൻ പറ്റും, അവളുടെ ഹൃദയം നമുക്ക് കാണാൻ പറ്റും. സോ ഈ സജസ്റ്റിംഗ് ദാറ്റ് ഓപ്പോസിറ്റ്സ് മീറ്റ് ഇൻ ഹെർ സോൾ ആസ് വെൽ എന്താണ്. അപ്പോൾ ഈ പുറത്ത് കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അവളുടെ ഹൃദയത്തിലുള്ളത്. ഇല്ലെങ്കിൽ എന്താണ്, മനോഹരിതമായ മുഖവും അതുപോലെ ചിലപ്പോൾ മനോഹരമായൊരു ഹാർട്ടൊക്കെ അവൾക്ക് ഉണ്ടാവാം എന്ന് പറയാണ്. എവറിത്തിങ് ദാറ്റ്സ് ഗ്രേറ്റ് about both dark and bright is mellowed, toned down to something that's more tender and less intense than the light you get during the day. എന്താണ്, പുറത്ത് ഈ ഡാർക്ക്നെസ്സിൽ അവൾ തിളങ്ങി കാണുന്നതാണ് വളരെ കുറച്ചാണ്. അപ്പോൾ അതിനേക്കാളും മനോഹരമായത് എന്തിലുണ്ടാവാം, അവളുടെ അകത്തുണ്ടാവാം. അപ്പോൾ കൂടുതൽ സൗന്ദര്യം, കൂടുതൽ ബ്രൈറ്റ്നെസ് അവളുടെ അകത്തുണ്ടാവാം എന്ന് പറയാണ്. വൺ ഷെയ്ഡ് ദ മോർ, വൺ റേ ദ ലെസ്, had half impaired the nameless grace which waves in every raven trees, or softly lightens over her face, where thoughts serenely sweet express how pure, how dear their dwelling place. Then the poem of second stanza of the poem describes her physical and intellectual beauty. അവളുടെ ശാരീരിക സൗന്ദര്യം മാത്രമല്ല, അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, അവളുടെ ഇൻ്റലക്ച്വൽ, അവളുടെ എന്താണ് മറ്റ് കാര്യങ്ങളും, അവളുടെ ചിന്ത, ബുദ്ധി, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പോസിറ്റ്, ഷെയ്ഡ് ആൻഡ് റേ. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണൽ എന്നുള്ള അർത്ഥമാണ്, റേ എന്ന് പറഞ്ഞാൽ പ്രകാശകിരണങ്ങളാണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റാണ്. അപ്പോൾ അവൾക്ക് എന്താണ്, ഷാർപ്പ് ആവേണ്ട അടുത്ത് ഷാർപ്പാവാനും പറ്റും, സോഫ്റ്റ് ആവേണ്ട അടുത്ത് സോഫ്റ്റ് ആവാനും പറ്റും. ദ ബാലൻസ് ബിറ്റ്വീൻ ഷെയ്ഡ് ആൻഡ് ലൈറ്റ്, a lady's beauty is so perfect that if you added one more shade or took away a single ray of light, you would mess everything up. എന്താണ്, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാറുകയാണെങ്കിൽ, ആ ബാലൻസ് തെറ്റുകയാണെങ്കിൽ, ആ ഗ്രേ ആൻഡ് ലൈറ്റ്, റേ എന്ന് പറയുന്നത് മാറുകയാണെങ്കിൽ എന്താവാം, അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവളെ ട്രീറ്റ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ അതെന്താവാം, ഇംബാലൻസ്ഡ് ആവാം, അത് കുഴപ്പത്തിലാവാം എന്നൊക്കെ പറയാണ്. Fiddling with that balance at all would half impair, partially damage that woman's beauty. അപ്പം എന്താണ്, ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം പോലെ എന്ത് ചെയ്യാം, അവളുടെ സൗന്ദര്യത്തെ ബാധിക്കാം, അല്ലെങ്കിൽ അവളുടെ ക്യാരക്ടറിനെ ബാധിക്കാം, അവളുടെ ലുക്കിനെ, നിങ്ങളോടുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറാം. Her beauty and grace are so hard to define that they are nameless. By using the word nameless, the poet enlarged women's beauty and greatness, thereby suggesting it as something so priceless that can't be defined nor expressed as name. The nameless grace is visible every look of her black hair, every raven trees, and lightens her face. എന്താണ് ഇവിടെ നെയിംലെസ് ഗ്രേസ് എന്നാണ് പറയുന്നത്. സ്ത്രീയുടെ ഗ്രേസ് ഇല്ലെങ്കിൽ എന്താണ്, അവളുടെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, അവളുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് എന്താണ്, നെയിംലെസ് ആണ്. നമുക്കതിനെ ഒരു കാറ്റഗറിയിൽ ഇല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ട് ഉപമിക്കാൻ പറ്റുന്നതല്ല. ഷീസ് എബവ് ദാൻ ദാറ്റ് അല്ലേ. ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ അവളെ കണ്ടതുകൊണ്ടോ അവളെ അടുത്തറിഞ്ഞതുകൊണ്ടോ തീരുന്നതല്ല. അത് നെയിംലെസ് ഗ്രേസ് ആണ്. അത് ഒരു എന്താണ്, അൺഡിഫൈൻഡ് ആയിട്ടുള്ള സൗന്ദര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ വിസിബിൾ ഇൻ എവറി ലുക്ക് ഓഫ് ഹർ ബ്ലാക്ക് ഹെയർ, അവളുടെ ഓരോ മുടിയിലും നമുക്കത് കാണാം എന്ന് പറയണം. ഓക്കെ, the expression of woman's face show how serenely sweet her thoughts are. Her sweet expressions is an accurate reflection of what is going on inside her mind, what is dwelling place of her thoughts. The sweetness of this lady expression suggests that her mind is pure and innocent. എന്താണ് അവസാന വരികളിൽ പറയുന്നത്, അവൾ
എത്ര എന്താണ് സ്വീറ്റായിട്ടുള്ള ചിന്തകളാണ് അവൾക്കുള്ളത്, എത്ര മനോഹരമായ അല്ലെങ്കിൽ എന്താണ് എത്ര വാല്യുബിൾ ആയിട്ടുള്ള തോട്ട്സാണ് അവൾക്കുള്ളത്. അതെന്താണ്, അത് അവളുടെ മനസ്സിൽ പോകുന്നതാണ് എന്തായിട്ട് വരുന്നത്, മനസ്സിലൂടെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറത്ത് പറയുന്നത് അല്ലെങ്കിൽ അത് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്ര പ്യുവർ ആൻഡ് ഇന്നസെൻ്റ് ആണ്. അതുകൊണ്ടല്ലേ അവർക്ക് ഇത്ര സൗന്ദര്യം, ബാഹ്യമായ സൗന്ദര്യത്തിനപ്പുറം അവരുടെ ഹൃദയത്തിന് സൗന്ദര്യം കൂടുന്നത് ഇങ്ങനെയല്ലേ എന്ന് അദ്ദേഹം പറയണം. നെക്സ്റ്റ് സ്റ്റാൻസ. And on the cheek and over the brow, so soft, so calm, yet eloquent, the smiles that win, the tints that glow, but tell of days in goodness spent, a mind at peace with all below, a heart whose love is innocent. അടുത്തതിൽ പറയുന്നത് ബോത്ത് ഹർ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ബ്യൂട്ടിയാണ്. അവളുടെ എന്താണ് ചിന്താപരമായ സൗന്ദര്യവും ഒപ്പം തന്നെ അവളുടെ ഫിസിക്കൽ ബ്യൂട്ടിയാണ് ഈ ഒരു സ്റ്റാൻസയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവളുടെ എന്താണ് ചിരി മനോഹരമാണ്, ചീക്സ് മനോഹരമാണ്, അവൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ദിവസവും എന്താണ് അതിമനോഹരമാണ്, അത് പീസ്ഫുള്ളാണ്. ആൻഡ് ഹേർട്ട് ഹൂസ് ലവ് ഇസ് ഇന്നസെൻറ്റ്, എന്താണ് അവളുടെ ഉള്ളിലെ ചിന്തകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എത്ര പ്യുവറാണ്, എത്ര ഗ്രേസ്ഫുള്ളാണ് അവൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്ന് പറയാണ്. അപ്പോൾ നേരത്തെ സ്റ്റാൻസിൽ എന്ത് ചെയ്തിരുന്നു, ഫിസിക്കൽ ബ്യൂട്ടിയും ഇന്നർ ബ്യൂട്ടിയും പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇന്നർ ബ്യൂട്ടി ആൻഡ് ഔട്ടർ ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റാൻസിൽ ഔട്ടർ ബ്യൂട്ടി പറയുന്നുണ്ട്, അവളുടെ ഹെയർ എങ്ങനെയാണ്, ചീക്സ് എങ്ങനെയാണ്, ലിപ്സ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോയിട്ട് എന്ത് പറയുന്നുണ്ട്, ഷി ഹാവ് എ ഗ്രേറ്റ് ഹാർട്ട് ടു റിഫ്ലക്റ്റ് through her face. The poet says that she reflects her inner beauty. അതാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇമേജറി എന്ന് പറയുന്നത് ഒരു വുമണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നൈറ്റിനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നു, അത് ഡെത്താണ്. പക്ഷെ ഇവിടെ മനോഹരം എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അലിട്രേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ.